കമ്മ്യൂണിസ്റ്റുകാർ പൂർണ്ണമായിട്ട് കേരളത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണെങ്കിൽ പറയാം. അത്രയേറെ താഴ്ന്നു പോയിരിക്കുന്നു അവരുടെ സീറ്റുകൾ. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരുമോ കേരളത്തിൽ? അല്ല, അതൊരു വലിയൊരു ചോദ്യമാണ്. കാരണം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്തിൽ ഏകദേശം നാമാവശേഷമായി കഴിഞ്ഞു. അപ്പോൾ അതിലിപ്പോൾ കേരളത്തിൽ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിരിച്ചുവിട്ടിട്ടുണ്ട്, 67 തിരിച്ചു വന്നിട്ടുണ്ട്, 65 അവർക്ക് ഭൂരിപക്ഷം വേണ്ടത്ര കിട്ടിയിട്ടില്ല, 67 കഴിഞ്ഞ് 69 വീണ്ടും ഒരു പുറത്തുപോയി. പിന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ടായി. 71 വലതുപക്ഷക്കാരനായിട്ടുള്ള CH ദേവൻ്റെ മന്ത്രിസഭ ഉണ്ടാക്കി. 77 അവർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷേ 80 അവർ തിരിച്ചു വന്നിട്ടുണ്ട്, 87 അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ പല സമയത്തും തിരിച്ചു വരാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമായിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ തിരിച്ചു വരാൻ സാധ്യമല്ലാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുകയാണ്. കാരണം സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമുണ്ട്, എല്ലാ കാലത്തും അവർ ചേരുന്നത് ഒരു സമരവും ഭരണത്തിൻ്റെ രീതിയാണ്. EMSൻ്റെ തന്ത്രം അതായിരുന്നു, EK നായനാരുടെ തന്ത്രം അതായിരുന്നു. സമരവും ഭരണവും ഒരേ സമയത്ത് കൊണ്ടു നടക്കും. എന്ന് വെച്ചാൽ സമരമില്ലാതെ കണ്ട് കമ്മ്യൂണിസം നിലനിൽക്കില്ല. ആ ബോധ്യം അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിലനിർത്തിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ വന്നതിന് ശേഷമാണ്, 2016 ശേഷമാണ് സമരം പൂർണ്ണമായിട്ട് അവർ ഒഴിവാക്കി. അവർ കേവലം ഭരണത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു. ആ ഭരണത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താഴെത്തട്ടിൽ അണികൾ സ്വാഭാവികമായിട്ട് ചോർന്നുപോയി. ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവിടെ സർക്കാർ ജീവനക്കാരിൽ സ്വാധീനമുണ്ട്, ബാങ്ക് എംപ്ലോയീസിൽ സ്വാധീനമുണ്ട്, ടെലിഫോൺസുകാരിൽ സ്വാധീനമുണ്ട്, ട്രെയിൻ ജീവനക്കാരിൽ സ്വാധീനമുണ്ട്. ഒക്കെ ശരിയാണ്. ഈ പറയുന്ന സ്വാധീനങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇനിയുള്ള വളർച്ചയ്ക്ക് സഹായകരമല്ല. കാരണം ബാങ്ക് ജീവനക്കാർ നാളെ ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ഭരണമാണ് അല്ലെങ്കിൽ BJPയുടെ ഭരണമാണ് വരണമെങ്കിൽ ബാങ്ക് ജീവനക്കാർ മൊത്തമായിട്ട് അങ്ങോട്ട് മാറും. മറിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാറില്ല, അല്ലെങ്കിൽ ഇവർ ഹെഡ് വർക്കേഴ്സ് യൂണിയൻകാർ മാറില്ല. ഈ പറയുന്ന ആളുകളുടെ സമരരീതിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിർത്തിയിരുന്നത്. ശരിക്കതാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സമരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അകത്തുള്ള ചിത്രം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ ചിത്രത്തിൽ ബോധ്യമാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ തോറ്റിരിക്കുന്നതെല്ലാം വലിയ ഭൂരിപക്ഷത്തിനാണ് തോറ്റിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ആ 10,000 തുടങ്ങിയിട്ട് 50,000 വരെയുള്ള ഭൂരിപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റുകാർ തോറ്റുപോയിട്ടുണ്ട്. ഈ തോറ്റുപോകാൻ കാരണം വീടാന്തരമുള്ള സമ്പർക്കങ്ങളും ഗൃഹസമ്പർക്ക പരിപാടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നേയില്ല. അവർ ജനങ്ങളിൽ നിന്ന് വളരെയധികം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനം വളരെയധികം നാമാവിശേഷമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. ഈ നാമാവിശേഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് ഒരു പുതിയ സംഭവമല്ല. ഇത് സമാനമായിട്ടുള്ള രീതിയിൽ സോവിയറ്റ് റഷ്യയുടെ തുടർച്ചയാണ്, ചൈനയുടെ തുടർച്ചയാണ്, ഹംഗറിയുടെ തുടർച്ചയാണ്, പോളണ്ടിൻ്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ തുടർച്ചയാണ്, റുമേനിയയുടെ തുടർച്ചയാണ്. ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ലോകത്തിലൊരു സമയത്ത് 1940-50 ലോകത്തിലെ 56 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ രാജ്യത്തും തകർന്നത് ആദ്യകാലത്ത് കമ്മ്യൂണിസത്തിൻ്റെ വരവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ സമരത്തിൽ കൂടിയാണ് രംഗത്ത് വന്നത്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുന്ന പുന്നപ്ര വയലാർ കേരളത്തിൽ നടന്നു. ആ പുന്നപ്ര വയലാറിൻ്റെ ശരിതെറ്റുകൾ ഒരു വശത്ത് അത് നിങ്ങൾ മാറ്റി വെച്ചോളൂ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ ആ സമരത്തെ കൊണ്ടുപോയ രീതിയുണ്ട്. അവിടെയുള്ള 10,000-കണക്കിന് വീടുകളിൽ നിരന്തരം താമസിക്കുന്ന മുതിർന്ന ആളുകളും സാധാരണക്കാരും അടങ്ങുന്ന ആളുകളാണ് സമരത്തെ മുന്നോട്ട് നയിച്ചത്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പുന്നപ്ര വയലാറിൽ അറിയപ്പെടാത്ത ചരിത്ര വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട്. നിരവധി ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ കൂടി ഒതുക്കിയിട്ടുണ്ട്. ആ ഒതുക്കിയ കുന്തക്കാരൻ പത്രോസ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒതുക്കിയിരിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ഒതുക്കി മാറ്റി നിർത്തി. ഇന്ന് മാത്രമല്ല, ആ കാലത്ത് സമരത്തിന് എതിരായി നിന്നുകൊണ്ട്, പുന്നപ്ര സമരത്തിന് എതിരായി നിന്നുകൊണ്ട് ആ പറയുന്ന ജനദ്രോഹപരമായിരിക്കുന്ന പരിപാടികൾ നടത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളും അവർക്കിന്ന് കമ്മ്യൂണിസ്റ്റുകാരാ. ചേർത്തല താലൂക്കിലെയും അതേപോലെ തന്നെ പുന്നപ്ര താലൂക്കിലേക്കുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഭൂരിപക്ഷം വരുന്ന ഇപ്പോഴത്തെ ആളുകൾ അവർ പുന്നപ്ര സമരത്തിന് എതിരായിരുന്നവരാണ്, പുന്നപ്ര സമരത്തിൽ ഒറ്റുകൊടുത്തിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. അത് കേരളത്തിലെ കയ്യൂർ സമരം അല്ലെങ്കിൽ കരുവള്ളൂർ സമരം, അങ്ങനെയുള്ള മുഴുവൻ സമരത്തിൻ്റെ കാര്യങ്ങളിൽ സമരരംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് നിന്ന് പ്രവർത്തിച്ച ആളുകളുടെ പിൻതലമുറക്കാരെല്ലാവരും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റായി. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മൂലകേതുവായിരിക്കുന്ന ഇണ്ടംതുരുത്തുമനിക്കൽ ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് പാരാ, അവർ കമ്മ്യൂണിസ്റ്റുകാരാ. അവരുടെ കുടുംബമായിട്ടുള്ള ഇല്ലം ഉണ്ടല്ലോ, അത് CPIക്ക് കൊടുത്തു, CPI പണത്തിനെ വാങ്ങിച്ചെന്നൊക്കെ പറയാം.
അവരാണ് ചുവപ്പിനെ കുറിച്ച് പുസ്തകം എഴുതുന്ന ആ കുടുംബക്കാരാണ്. അവരുടെ പേരക്കുട്ടി, അതായത് ഒരു കാലഘട്ടത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധത്തിന് വേണ്ടിയിട്ട് പടപുരുതിയിരിക്കുന്ന ആളുകളുടെ പേരക്കുട്ടികൾ ഇന്നിപ്പോൾ അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അല്ല, അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ചില വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. അത് വൈക്കംകാർ തന്നെ പറയുന്നുമുണ്ട്. ഈ പറയുന്ന ആ മേഖലയിൽ ക്ഷേത്രം വക വസ്തുവിനകത്ത് തന്നെ മറ്റ് ജാതി മതസ്ഥർ താമസിച്ചിരുന്നു അങ്ങനെ എന്നുള്ളത്. ഉണ്ടായിരുന്നു. മതസ്ഥരില്ല, ജാതിക്കാർ താമസിച്ചിരുന്നു. ഇപ്പൊ കാരാക്കൽ കുടുംബമുണ്ട്. അതെ. ഞാൻ ആ ക്ഷേത്രത്തിന്റെ നേരെ വടക്കേ വശത്തുള്ള വീടാണ്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. അവരുടെ ആ പറയുന്ന കുടുംബം ക്ഷേത്രത്തിന്റെ ഘടകക്കാരാണ്. അവർ ഈഴവ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഞാൻ ഈ പിൽക്കാലത്ത് സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ പാട്ടത്തിന് കൊടുത്തിരുന്ന കൃഷി ഭൂമി അധികവും ഭൂരിപക്ഷം ഉപയോഗിച്ചിരുന്ന പുലയർ മുതലായ ജാതിക്കാരുമായിരുന്നു. എല്ലാവരും ഉപയോഗിച്ചിരുന്നു അത്. അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിന്റെ ആദ്യത്തെ തീണ്ടൽ പലകയുടെ ബോർഡ് സ്ഥാപിക്കുന്ന 1905 KP പത്മനാഭന്റെ സഹോദരനായിരിക്കുന്ന KP ശങ്കരമേനോനാണ്. പത്മനാഭൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മലയാളികൾക്ക് മനസ്സിലാവും. കൊച്ചി രാജ്യചരിത്രം എഴുതിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അച്ഛനായിട്ടുള്ള ശങ്കുണ്ണി മേനോനാണ്. ശങ്കുണ്ണി മേനോൻ. ആ ശങ്കുണ്ണി മേനോനാണ് ആദ്യമായിട്ട് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ചരിത്രം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പറയുന്ന KP ശങ്കരമേനോൻ. അദ്ദേഹമാണ് നിവർത്തന ഇതിന് മലയാളി മെമ്മോറിയൽ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് മലയാളികൾക്ക് കൂടുതൽ പോസ്റ്റുകൾ വേണം, തൊഴിൽ സാധ്യതകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 1893 കൊടുക്കുന്ന നിവേദനത്തിനുള്ള ആദ്യ ഒപ്പുകാരൻ്റെ പേര് KP ശങ്കരമേനോൻ എന്നാണ്. ആ ശങ്കരമേനോൻ അതിൻ്റെ പേരിൽ പറ്റിയുള്ള ആനുകൂല്യമാണ് ദിവാൻ പേഷ്കാർ സ്ഥാനം. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് മാനിപ്പുലേഷൻസ് ആണ് പല സ്ഥലത്തും നടന്നു വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും വലിയ മാനിപ്പുലേഷൻസ് ആണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിരുന്നവർ, പുന്നപ്ര സമരത്തിനെതിരായിരുന്നവർ, കരിവള്ളൂരും കയ്യൂരും സമരത്തിനെതിരായിരുന്നവർ, ആ എതിരായിരുന്നവരാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളത്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഒന്നും അവരെ സംബന്ധിച്ചില്ല. അവരെ സംബന്ധിച്ച് പണ്ട് സഞ്ജയൻ പറഞ്ഞൊരു ഭാഷയുണ്ട്, ഉദരനിമിത്തം ഉത്തമാംഗം വയർന്ന അദ്ദേഹം പറഞ്ഞത്. കുഞ്ഞൻ നമ്പ്യാരാ പറഞ്ഞത് ഉദരനിമിത്തം ബഹിർദ വേഷം. അത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഈ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കാന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പിൽക്കാലത്ത് വന്നത് ഈ തൊഴിലാളി വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽപ്പെട്ട ആളുകളാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ കൊണ്ടുവന്നിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് എടുത്തു നോക്ക്. ഈ പറയുന്ന ആളുകളൊക്കെ, ഞാൻ അതിനകത്ത് മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളുകളും ഇപ്പോൾ വന്നിരിക്കുന്ന MLA-മാരടക്കമുള്ള ആളുകൾ എല്ലാവരും ഒരു കാലത്ത് തൊഴിലാളി വിരുദ്ധരായിരുന്നു ഭൂരിപക്ഷം വരുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടാൽ ഇനിയൊരു തിരിച്ചുവരവ് പ്രയാസമാണ്. അത് വിദേശ രാജ്യങ്ങളിലായാലും കേരളത്തിൻ്റെ സംസ്ഥാനങ്ങളിലായാലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലായാലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഒരു സ്ഥലം തിരിച്ചു വരില്ല. ഇപ്പം ബംഗാളിൽ എടുത്തു നോക്കൂ, ത്രിപുര നമ്മളൊന്ന് എടുത്തു നോക്ക്, തെലങ്കാനയുടെ അവസ്ഥ എന്തായിരുന്നു ആലോചിച്ച് നോക്ക്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉണ്ടായിരുന്ന ബോംബെയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനമാണ്. ഇന്ന് അവിടെ കമ്മ്യൂണിസ്റ്റും ഇല്ല. രാജസ്ഥാനിലുണ്ടായിരുന്നു, ഇന്നിപ്പോൾ അതില്ല. ബീഹാറിലുണ്ടായിരുന്നു, ഇന്ന് അവിടെ ഇല്ല. ഒരുപക്ഷെ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, അവരാരും ഇന്ന് അവിടെ ഇല്ല. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തെക്കാൾ മുമ്പ് അധികാരത്തിലെത്തുന്നു വിചാരിച്ച വലിയ തെലങ്കാന സമരം നടത്തിയിട്ടുള്ള ആന്ധ്രാപ്രദേശുണ്ട്. ഈ ആന്ധ്രാപ്രദേശിൽ ഇല്ല എന്ന് മാത്രമല്ല, അതിന്റെ സമരനായകൻ പിൽക്കാലത്ത് 1967 നക്സൽ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് അതിന്റെ നേതാവായിട്ട് പോയിട്ടുള്ള ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അയാൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. ഈ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് തെലങ്കാന സമരം നയിച്ചത്. സുന്ദരിയുടെയൊക്കെ സമശീർഷനായിട്ടുള്ള ആള്. ഈ പറയുന്ന ആളുകൾ അടക്കമുള്ളവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയി. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയിട്ട് നക്സൽ പ്രസ്ഥാനത്തിലേക്ക് ചേർന്നു. അല്ലാത്തവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. ബംഗാളിൽ ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഒരു സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയിട്ടുണ്ട്, ഒരൊറ്റ സീറ്റ്. ബാക്കി പല സ്ഥലത്തും കമ്മ്യൂണിസ്റ്റുകാരില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ സംസ്ഥാനത്തും ഇന്നിപ്പോൾ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അധികാരം പോയിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു പതനത്തിലേക്കാണ് കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നമുള്ളത്. അതിന് കാരണം ആ പ്രസ്ഥാനത്തിന് ആശയപരമായിരിക്കുന്ന പിൻബലമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആശയപരമായിട്ടുള്ള പിൻബലമില്ല. അവിടെയാണ് സഞ്ജയൻ പറഞ്ഞ വാക്ക് വരുന്നത്. ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ ഉത്തമാംഗം വയറാണ്, ബുദ്ധിശക്തിയല്ല എന്ന് തിരിച്ചറിയുന്ന ആളുകളാണ് കമ്മ്യൂണിസത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കമ്മ്യൂണിസത്തെ ഭരിക്കുന്ന വയറ് വെച്ചുകൊണ്ട് കമ്മ്യൂണിസത്തെ ഭരിക്കാൻ തയ്യാറായി നടക്കുമോ? നടക്കില്ല. അപ്പം അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അവസാനത്തെ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തിക്രിസ്തു എന്നോ എന്താണ്ടൊക്കെ പറയില്ലേ, ഈ പറയുന്ന ഒരു അന്തിക്രിസ്തുവായിട്ട്
മറ്റേ പിണറായി വിജയൻ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചൊരു കേരളത്തെ സംബന്ധിച്ചില്ല. ഇപ്പൊ കിട്ടിയിരിക്കുന്ന 25 സീറ്റോ മറ്റാന്ന് എന്റെ ധാരണ. 35 അല്ല, അത് ആകപ്പെടെ ഇടതുപക്ഷ മുന്നണിക്ക് മൊത്തമാണ്. മുന്നണിക്ക് ഇവർക്ക് 25 സീറ്റ് മറ്റേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. 25-26 ആയിക്കൊള്ളട്ടെ. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ സീറ്റുകളുടെ എണ്ണം കുറയാനാണ് സാധ്യത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നതിന്റെ തുടക്കമായിരിക്കും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.